Hello friends, ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് റെസിപ്പി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ ബൗണ്ടിയുടെ ചോക്ലേറ്റ്? അപ്പോൾ നമുക്ക് ബൗണ്ടിയുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ക്രീം ഒന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പം അതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി ഒന്ന് നല്ലോണം യോജിപ്പിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോക്കനട്ട് മിക്സ് ഒരല്പം കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റാകാൻ വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പകുതി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് അത്യാവശ്യം മെൽറ്റായി തുടങ്ങുമ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമ്മൾ തണുക്കാൻ വെച്ച നമ്മുടെ കോക്കനട്ട് മിക്സ് നോക്കാം. ഇത് അത്യാവശ്യം ചൂടൊക്കെ ഒന്നും പോയിട്ടുണ്ട്. ഒരുപാട് തണുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിൽ നിന്ന് അല്പാൽപ്പം എടുത്ത് ഓവൽ ഷേപ്പിൽ ആക്കിയെടുക്കാം. നമ്മുടെ മൊത്തം കോക്കനട്ട് മിക്സും ഞാനിവിടെ ഓവൽ ഷേപ്പിൽ ചെറിയ ബാറുകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഈ ബാറുകൾ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഉപയോഗിക്കാം. നമ്മുടെ ഓരോ ഓവൽ ബാറുകളും മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം കവർ ചെയ്യാം. ഇനി നമുക്ക് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. മൊത്തം ബാറുകൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഒരു 3 വര ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ബൗണ്ടിയുടെ ലുക്ക് കിട്ടുള്ളൂ. മൊത്തം ബാറുകളും ഞാൻ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെറ്റാകാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ബൗണ്ടി ബാറുകളെല്ലാം ഇവിടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ മുഴച്ച് നിൽക്കുന്ന ചോക്ലേറ്റിൻ്റെ പാർട്ടുകളൊക്കെ നമുക്കൊരു കത്തി കൊണ്ട് ചെറുതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബൗണ്ടിയുടെ ചോക്ലേറ്റ് പോലെ തന്നെ ഇരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്